നമസ്കാരം. എല്ലാവർക്കും സുപ്രധാന നിയമങ്ങളുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. ഇന്ന് നമ്മൾ സുപ്രധാന നിയമത്തിലെ വിവരാവകാശ നിയമത്തിലേക്ക് ഇറങ്ങി ആഴത്തിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യണം. സോ ആ ഒരു രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിലെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ പല ഭാഗത്തു നിന്നെടുത്ത ക്വസ്റ്റ്യൻസ്, കൂടുതലും സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചു കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതെന്ത് ചെയ്യാം, നല്ല വൃത്തിയായിട്ട് പഠിച്ചു കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ തുടങ്ങുകയാണ്. ഈ ഒരു നിയമത്തിലെ എത്ര അധ്യായങ്ങളുണ്ട്, അതായത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ചാപ്റ്റേഴ്സ് എന്താണ്, സെക്ഷൻസ് എന്തൊക്കെയാണെന്ന്, അല്ലേ? അപ്പൊ അതിൽ ചാപ്റ്ററുകളുണ്ട്. അത് എത്ര ചാപ്റ്ററുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 6 ചാപ്റ്ററുകളാണുള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്ററിലാണ് പ്രിലിമിനറി, അതായത് ഷോർട്ട് ടൈറ്റില്, അതിന്റെ എക്സ്റ്റെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഈ ഒരു നിയമം വിവരാവകാശ നിയമം 2005 എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇത് നിലവിൽ വന്ന സമയത്ത്, 2005 നിലവിൽ വന്ന സമയത്ത് നമ്മുടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉള്ളത് കൊണ്ട് തന്നെ ജമ്മു കാശ്മീരിനെ ആ ഒരു നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എക്സ്റ്റെന്റ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്, എന്താണ്, ജമ്മു കാശ്മീർ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാണ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള പ്രത്യേക പദവിയൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് തന്നെ ഇത് രാജ്യം മൊത്തത്തിൽ ബാധകമായിട്ടുള്ള ഒരു നിയമമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഫസ്റ്റ് അധ്യായത്തിലായിരിക്കും വരുന്നത്. ഇനി രണ്ടാമത്തെ അധ്യായത്തിലാണ് വിവരത്തിനുള്ള അവകാശത്തെക്കുറിച്ചും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളെ കുറിച്ചും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മൂന്നാമത്തെ അധ്യായത്തിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിലാണ് ഈ കമ്മീഷനുകളുടെ അധികാരങ്ങളെ പറ്റിയിട്ടും ചുമതലകളെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആറാമത്തെ ചാപ്റ്റർ എപ്പോഴും മിസലേനിയസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ അധ്യായവും എടുത്ത് പഠിച്ചാലോ? ഒന്നാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രാരംഭകമാണ്, അഥവാ പ്രിലിമിനറി എന്ന് പറയും. ഈ ഒന്നാമത്തെ അധ്യായത്തിൽ വകുപ്പ് 1ഉം 2ഉമാണ് അടങ്ങിയിട്ടുള്ളത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന വകുപ്പുകൾ മാത്രം കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. അല്ലാതെ ഞാൻ കറക്റ്റ് ഒരു ഓർഡറിൽ ഒന്നും മിസ്സാക്കാതെ പറയുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് എല്ലാ സെക്ഷൻസുകളും കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതാ വകുപ്പ് 1ഉം 2ഉമാണ് എന്തിൽ വരുന്നത്, ഒന്നാമത്തെ അധ്യായത്തിൽ വരുന്നത്. ഒന്നിലെ നമ്മൾ പറഞ്ഞല്ലോ ചുരുക്കപ്പേര്, ഈ ഒരു RTA ആക്ട് 2005 എന്നറിയപ്പെടുന്നു. അതുപോലെ അത് ഇപ്പം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. പ്രാരംഭം, അത് ഈ ഒരു നിയമം നിലവിൽ വന്ന ആ ഒരു ഡേറ്റ് മുതൽ അത് എന്താണ് നിലവിൽ വന്നതായിട്ട് കരുതപ്പെടുന്നു, അല്ലെങ്കിൽ ഗസറ്റ് വിജ്ഞാപനം ചെയ്യുന്ന ആ ഒരു ഡേറ്റ് മുതൽ എന്ന് ആ ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ എന്ത് പറയുന്നു, നിർവചനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ചില നിർവചനങ്ങൾ നമുക്കിവിടെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നിർവചനങ്ങളിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്ന നിർവചനമാണ് സമുചിത സർക്കാർ എന്താണ്, ക്ഷമതയുള്ള അധികാര സ്ഥാനം എന്നതുകൊണ്ട് ഈ നിയമത്തിൽ പറയുന്നത് എന്തിനെയാണ്, വിവരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പൊതു അധികാര സ്ഥാനം അഥവാ സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, വിവരാവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മൂന്നാം കക്ഷി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻ. ഇതല്ലാതെ ഒരുപാട് ഡെഫിനേഷനുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടും അതുപോലെ തന്നെ PSC പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നിയമത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, സമുചിത സർക്കാർ. ഓക്കെ, എന്താണ് സമുചിത സർക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അഥവാ സംസ്ഥാന സർക്കാർ ആകാം. അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്. ഇപ്പം കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് RTI ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു നിയമത്തിന്റെ കേസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു നിയമത്തിൽ ഈ ഒരു വാക്ക് മാത്രമേ പറയത്തുള്ളൂ, സമുചിത സർക്കാർ എന്നുള്ള വാക്ക് മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ആ നിയമത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ആ ഒരു കേന്ദ്ര സർക്കാരിനെ ആയിരിക്കും. ഇനിയിപ്പോ നമുക്കൊരു നമ്മുടെ എന്താണ് കേരളത്തിലുള്ള ഒരു വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വിവരാവകാശം ഫയൽ ചെയ്യാൻ പോകുന്നത്. ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത്
സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പോൾ ആ ഒരു കേസിൽ എവിടെയെങ്കിലും നിയമം വായിക്കുന്ന സമയത്ത് സമുചിത സർക്കാർ എന്ന് കണ്ടാൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അവിടെ കണക്ട് ചെയ്യേണ്ടത് ഏത് സർക്കാരിനെ ആയിരിക്കും? അത് നമ്മളെ ഏത് സ്ഥാപനമായിട്ടാണോ നമ്മൾ വിവരാവകാശം ഫയൽ ചെയ്യാൻ പോകുന്നത് ആ സ്ഥാപനത്തിനെ ആയിരിക്കണം. അതല്ലെങ്കിൽ അത് എന്തിന്റെ കീഴിൽ, ഏത് സർക്കാരിന്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണോ അതിനെയാണ് നമ്മൾ സമുചിത സർക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു സമുചിത സർക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ, ഓപ്ഷൻ ബി സംസ്ഥാന സർക്കാർ, ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ള രീതി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. കേന്ദ്ര സർക്കാർ എന്നും വിചാരിക്കാം, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ എന്നും വിചാരിക്കാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് നിയമത്തിൽ പറയുന്നത്. പൊതു അധികാര സ്ഥാപനം കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ പ്രത്യക്ഷമായോ പരോക്ഷമായോ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിനാൽ സഹായം നൽകിയിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. ഇനിയിപ്പോ സംസ്ഥാന സർക്കാർ സ്ഥാപിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ് അതൊക്കെയാണ് അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സംസ്ഥാന സർക്കാരിനെയാണ്. ഓക്കെ, അപ്പൊ ഈ നിയമത്തിൽ സമുചിത സർക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് മനസ്സിലായല്ലോ, ഇനി മറന്നു പോകത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അടുത്തൊരു ടേമാണ് ക്ഷമതയുള്ള അധികാര സ്ഥാനം അഥവാ കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് പറയും. കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന് പറയും. ഈ നിയമത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കോമ്പീറ്റന്റ് അതോറിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ കോമ്പീറ്റന്റ് അതോറിറ്റി അഥവാ ക്ഷമതയുള്ള അധികാര സ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാരെയാണ് അല്ലെങ്കിൽ പല വിഭാഗങ്ങളെയാണ്. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ക്ഷമതയുള്ള അധികാര സ്ഥാനം എന്നുള്ള ഒരു കോമൺ ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻസ് നോക്കുക. ഫസ്റ്റ് സിറ്റുവേഷൻ ഇതാണ്. ലോക്സഭയുടെയോ ഒരു സംസ്ഥാന നിയമസഭയുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നിയമസഭ ഉള്ളതായ ഏതെങ്കിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെയോ കാര്യത്തിലാണെങ്കിൽ അവിടെ ക്ഷമതയുള്ള അധികാര സ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും? സ്പീക്കറിനെ ആയിരിക്കും. മനസ്സിലായോ? ഒന്നെങ്കിൽ ലോക്സഭയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു വിവരാവകാശം ഫയൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ക്ഷമതയുള്ള അധികാര സ്ഥാനം വേണ്ട നടപടി സ്വീകരിക്കണമെന്നായിരിക്കും നിയമത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ ക്ഷമതയുള്ള അധികാര സ്ഥാപനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഒന്നുമല്ല. അവിടെ ഈ ഒരു ടേമിൽ ലോക്സഭയുടെ സംസ്ഥാന നിയമസഭയുടെ കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശത്തിന്റെ കേസിലാണെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആരെയായിരിക്കും? സ്പീക്കറിനെ ആയിരിക്കും. ഇനിയിപ്പോ അതൊരു രാജ്യസഭയുടെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭാ കൗൺസിലിന്റെയോ കാര്യത്തിലാണെങ്കിൽ, ഓക്കെ, സംസ്ഥാന നിയമസഭയല്ല, നമ്മൾ ഓൾറെഡി നിയമസഭയുടെ കേസ് പറഞ്ഞു, അത് സ്പീക്കറാണ്. ഇപ്പൊ ചില സംസ്ഥാനങ്ങൾക്ക് നിയമസഭാ കൗൺസിലുകളുണ്ട്. നമ്മൾ കേരളത്തിലൊന്നുമില്ല, പക്ഷെ ചില സംസ്ഥാനങ്ങൾക്ക് നിയമസഭാ കൗൺസിലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ കൗൺസിലിന്റെ കേസിലോ അല്ലെങ്കിൽ രാജ്യസഭയുടെ കേസിലാണെങ്കിൽ അവിടെ കോമ്പീറ്റന്റ് അതോറിറ്റി അഥവാ ക്ഷമതയുള്ള അധികാര സ്ഥാപനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ചെയർമാനെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഒരു സുപ്രീം കോടതിയുടെ കാര്യത്തിലാണെങ്കിൽ അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഹൈക്കോടതിയുടെ കാര്യമാണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനിയിപ്പം ഭരണഘടനയാലോ അതിൽ കീഴിലോ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതോ ആയ അധികാര സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അത് അതിന്റെ ആ ഒരു ഇതനുസരിച്ച് അതിന്റെ ആ ഒരു പവർ അനുസരിച്ച് രാഷ്ട്രപതി, കേന്ദ്ര തലത്തിലുള്ളതാണെങ്കിൽ രാഷ്ട്രപതി ആയിരിക്കും. അത് സംസ്ഥാന തലങ്ങളിലുള്ളതാണെങ്കിൽ അവിടുത്തെ ഗവർണർമാരായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടുത്തെയുള്ള ക്ഷമതയുള്ള അധികാര സ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. ഇനിയിപ്പം ഭരണഘടനയുടെ 239 അനുച്ഛേദ പ്രകാരം എന്തുണ്ട്? അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ഇതൊന്നും അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്ററെയും എന്ത് ചെയ്യാം? കോമ്പീറ്റന്റ് അതോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ക്ഷമതയുള്ള അധികാര സ്ഥാനം. അപ്പം ലോക്സഭ സംസ്ഥാന നിയമസഭ ആണെങ്കിൽ സ്പീക്കർ, രാജ്യസഭ സംസ്ഥാന നിയമസഭാ കൗൺസിൽ ആണെങ്കിൽ ചെയർമാൻ, സുപ്രീം കോടതി ആണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ആണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഭരണഘടനാ പ്രകാരം രൂപീകരിച്ച ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിൽ അത് അതിന്റെ പവർ അനുസരിച്ച് രാഷ്ട്രപതിയോ അല്ലെങ്കിൽ ഗവർണറോ ആയിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററും എന്ത് ചെയ്യാം? കോമ്പീറ്റന്റ് അതോറിറ്റി ആയിട്ട്
വരാം. ഇനി അടുത്തൊരു ഡെഫിനേഷൻ ആണ്. ഈ നിയമപ്രകാരം വിവരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. വിവരം അതായത് ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഈ നിയമപ്രകാരം ചോദിക്കാനായിട്ട് സാധിക്കും, അങ്ങനെയൊക്കെയാണ് ഈ വിവരം എന്നുള്ള ടേം നമ്മൾ ഈ നിയമത്തിൽ ആവോളം നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ടേം വിവരം എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ ആവാമെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ഏത് തരത്തിലുള്ള വിവരവും ഈ നിയമപ്രകാരം വിവരമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിൽ, അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, പത്രപ്രസ്താവനകൾ, സർക്കുലറുകൾ, ഉത്തരവുകൾ, ലോഗ് ബുക്കുകൾ, കോൺട്രാക്റ്റുകൾ, റിപ്പോർട്ടുകൾ, പേപ്പറുകൾ, സാമ്പിളുകൾ, അതുപോലെ തന്നെ മോഡലുകൾ, അതുപോലെ ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡാറ്റ മെറ്റീരിയൽസ്, തത്സമയം പ്രാബല്യത്തിലുള്ളതും മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ. അതായത് ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അതായത് നമുക്കിപ്പം പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ അടുത്ത് പോയിട്ട് വിവരാവകാശം ഫയൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വിവരാവകാശം സ്വകാര്യ സ്ഥാപനങ്ങളുടെ കേസിൽ അത് ചിലപ്പം സെപ്പറേറ്റ് ആയിട്ട് RTI കാണും. പക്ഷെ ഈ ഒരു നിയമത്തിന്റെ കീഴിൽ പൊതു അധികാര സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരിന്റെയോ കീഴിൽ വരുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളാണ്. ഓക്കെ, പക്ഷേ ചില കേസസിൽ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ആവശ്യമായിട്ട് വരുന്നു. ഈ ഒരു വിവരങ്ങള് ഇപ്പൊ വേറെ ഏതെങ്കിലും നിയമപ്രകാരം നമ്മുടെ പൊതു അധികാര സ്ഥാപനം അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസിൽ ഈ സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ കയ്യിൽ ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നമുക്ക് നേടാനുള്ള അധികാരം നമ്മുടെ നിയമം ഉറപ്പു തരുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും ഒരു നിയമം, ഇപ്പൊ നമ്മുടെ ഈ ഒരു സമയത്ത് പ്രാബല്യത്തിലുള്ള ഒരു നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം, അല്ലെ? ഈ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏതെങ്കിലും ഒരു സ്വകാര്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അവിടെ നിന്ന് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ത് ചെയ്തു? ആ ഒരു സ്ഥാപനത്തിന് റെയ്ഡ് നടത്തുകയും കുറെ കാര്യങ്ങൾ പിടിച്ചെടുക്കുകയും അതിന്റെ കെമിക്കൽ കണ്ടന്റുകളൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തെന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കയ്യിൽ ഈ ഒരു സ്ഥാപനത്തെ, അതായത് സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച കുറച്ച് വിവരങ്ങൾ അവരുടെ കൈവശം ഉണ്ടായിരിക്കും. അപ്പൊ ആ വിവരങ്ങൾ, അതായത് ആ ഒരു തത്സമയം ഈ ഒരു സമയത്ത് പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരം ഈ പൊതു അധികാര സ്ഥാപനം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പറയുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. സോ അവർക്ക് പ്രാപ്യമാക്കാൻ കഴിയുന്ന, അവർക്ക് നമുക്ക് തരാൻ പറ്റുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഈ നിയമപ്രകാരം വിവരമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കി വെച്ചിരിക്കുക. അല്ലാതെ നമുക്കൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയി നമുക്ക് വിവരാവകാശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ സമർപ്പിച്ച് അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കത്തില്ല. പകരം മറ്റേതെങ്കിലും ഒരു നിയമപ്രകാരം നമ്മുടെ പൊതു അതോറിറ്റിയുടെ കയ്യിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? അത് നമുക്ക് പ്രാപ്യമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? ഏത് രൂപത്തിലുള്ള ഏതൊരു വസ്തുവും എന്ന് അർത്ഥമാക്കുന്നു. അപ്പൊ വിവരം എന്നത് ഏത് രൂപത്തിലുള്ളതുമാകാം. ഇനി നമ്മൾ പറഞ്ഞല്ലോ പൊതു അധികാര സ്ഥാനം, അതായത് പൊതു അധികാര സ്ഥാപനം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ പൊതു അധികാര സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വിവരാവകാശം അല്ലെങ്കിൽ ഒരു അപേക്ഷ സമർപ്പിക്കണം, അല്ലെങ്കിൽ വിവരാവകാശം തേടണമെങ്കിൽ നമുക്ക് ഈ പൊതു അധികാര സ്ഥാപനത്തിൽ മാത്രമേ പോയി ആ ഒരു അപേക്ഷ സമർപ്പിച്ച് കാര്യങ്ങൾ അറിയാനുള്ള അവകാശമുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലോ മറ്റ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലോ ഒന്നും പോയി നമുക്ക് ചോദിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ നിയമം ഉറപ്പു നൽകുന്ന ആ ഒരു പൊതു അധികാര സ്ഥാപനം എന്നുള്ള നിർവചനത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഭരണഘടനയാലോ അല്ലെങ്കിൽ അതിന് കീഴിലോ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനം. ഇപ്പൊ ഭരണഘടനയാൽ സ്ഥാപിക്കപ്പെട്ടതാണ് നമ്മുടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. ഇനി പാർലമെന്റിനാൽ ഉണ്ടാക്കപ്പെട്ട മറ്റേതെങ്കിലും നിയമത്താൽ സ്ഥാപിച്ച ഒരു സ്ഥാപനം. ഓക്കെ, ഇപ്പൊ പാർലമെന്റ് നിയമം വെച്ചിട്ടാണ് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ തന്നെ എന്ത് ചെയ്തത്? സ്ഥാപിച്ചിട്ടുള്ളതല്ലേ വിവരാവകാശ നിയമപ്രകാരമാണ്, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിച്ചത് മനുഷ്യാവകാശ നിയമപ്രകാരമാണ്. ഈ നിയമങ്ങളെല്ലാം പാർലമെന്റ് ഉണ്ടാക്കിയതല്ലേ? അപ്പൊ ഭരണഘടനയിൽ ഉള്ളതല്ല, പകരം പാർലമെന്റ് ഉണ്ടാക്കിയതാണ്. സോ ആ പാർലമെന്റിനാൽ ഉണ്ടാക്കപ്പെട്ട മറ്റേതെങ്കിലും നിയമത്താൽ എന്ത് ചെയ്യാം? ആ സ്ഥാപനത്തിലും പോയി നമുക്ക് വിവരാവകാശം തേടാനായിട്ട് സാധിക്കും. അതുപോലെ സംസ്ഥാന നിയമസഭയാൽ ഉണ്ടാക്കപ്പെട്ട
ഏതെങ്കിലും നിയമത്താൽ, ഇപ്പൊ സംസ്ഥാന നിയമസഭ പാസ്സാക്കി പല കാര്യങ്ങളും നിയമം നിലവിൽ വരുന്നുണ്ട്. ഇപ്പം കേരള വനിതാ കമ്മീഷൻ, അങ്ങനെ അങ്ങനെ പല പല കമ്മീഷനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താണ്, സംസ്ഥാന നിയമസഭ പാസ്സാക്കി കൊണ്ടുവന്ന ഈ ഒരു സ്ഥാപനങ്ങളാണ്. സോ അവിടെയും പോയി എന്ത് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് വിവരാവകാശം അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനമോ ഉത്തരവോ മുഖേന സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അതോ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാകും. അതുപോലെ സമുചിത സർക്കാർ നൽകിയ ഫണ്ടിനാൽ, സമുചിത സർക്കാർ ഇപ്പൊ നമുക്കറിയാലോ, കേന്ദ്ര സർക്കാരാകാം സംസ്ഥാന സർക്കാരാകാം, അവര് നൽകിയ ഫണ്ട് കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സ്ഥാപനം ഉണ്ടാകും. അതുപോലെ തന്നെ സമുചിത സർക്കാർ നൽകിയ ഫണ്ടിനാൽ സാമ്പത്തിക സഹായം, ഫണ്ട് കൊണ്ട് സ്ഥാപിച്ചതല്ല, അല്ലാതെ എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള ഏതെങ്കിലും സർക്കാർ ഇതര സംഘടനകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ ഒരു നിയമപ്രകാരം എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, പൊതു അധികാര സ്ഥാപനമായിട്ട് കൺസിഡർ ചെയ്യാം. പൊതു അധികാര സ്ഥാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വിവരാവകാശ അപേക്ഷ സമർപ്പിച്ച് കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഒരു ടേം ഇതാണ് വിവരാവകാശം. വിവരം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് വിവരാവകാശം എന്നതുകൊണ്ട് ഈ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഏതെങ്കിലും ഒരു പൊതു അധികാര സ്ഥാപനത്തിന്റെ സൂക്ഷിപ്പിലുള്ളതും, പൊതു അധികാര സ്ഥാപനം ഇപ്പൊ ഏതാണെന്ന് മനസ്സിലായല്ലോ, അപ്പൊ അതിന്റെ കൈവശമുള്ളതും അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണത്തിലുള്ളതും ഈ ആക്ട് പ്രകാരം പ്രാപ്യമാക്കിയിട്ടുള്ളതുമായ വിവരാവകാശം എന്നത് അർത്ഥമാക്കുന്നു. ഓക്കെ, വിവരാവകാശം വഴി ചെയ്യുവാൻ സാധിക്കുന്നവ. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ ഒരു വിവരാവകാശത്തിന്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെച്ചോളാം. അതായത് ഈ വിവര അവകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒരു പൊതു അധികാര സ്ഥാപനത്തിന്റെ കൈവശമുള്ള ഈ ഒരു നിയമപ്രകാരം നമുക്ക് പ്രാപ്യമാക്കാൻ കഴിയുന്ന വിവരാവകാശം, ഏതൊരു വിവരവും എന്നെന്ത് ചെയ്യുന്നു, അർത്ഥമാക്കുന്നതാണ് എന്ത് വിവരാവകാശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, വിവരാവകാശം വഴി ചെയ്യുവാൻ സാധിക്കുന്നവ എന്തൊക്കെയാണ്? ആ ടേമിന്റെ ആ ഒരു ഡെഫിനിഷന്റെ കൂടെ തന്നെ പറയുന്നതാണ് വിവര അവകാശം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനങ്ങളിൽ പോയി അവരുടെ ജോലി എങ്ങനെയാണ്, അവരുടെ റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാം, പരിശോധിക്കാം. വെറുതെ പോയൊന്നും പരിശോധിക്കാൻ കയറി ചെന്ന് പരിശോധിക്കാൻ നിൽക്കരുത്. ഇത്രയും കേട്ടിട്ട് പകരം നമുക്ക് അപേക്ഷയൊക്കെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്, അവിടെ നിന്ന് റിപ്ലൈ തരേണ്ടതായിട്ടുണ്ട്. അതൊക്കെ സമർപ്പിച്ച് കിട്ടിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങുകയുള്ളൂ. ഓക്കെ, രണ്ടാമത് എന്താണ്, കുറിപ്പുകളും പ്രസക്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രമാണങ്ങളുടെ രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കാം. നമുക്ക് അതിന്റെ കോപ്പികൾ എടുക്കാം, ഡയറക്റ്റ് അവിടെ പോയി പരിശോധിച്ച് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ടൊക്കെ സാധനങ്ങൾ, ഏതെങ്കിലും സാമ്പിളുകളൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സോ അതിന്റെ സാമ്പിൾസ് ഒക്കെ എടുത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പരിശോധിക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ പദാർത്ഥങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് രൂപത്തിൽ, ഇപ്പൊ എല്ലാം ഇലക്ട്രോണിക് രൂപത്തിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ. സോ നമുക്ക് വേണ്ടുന്ന ആ ഒരു വിവരത്തിന്റെ പ്രിന്റ് ഔട്ടുകൾ എടുക്കാനും ഈ വിവരാവകാശം വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് വിവര അവകാശം എന്ന് പറയുന്നത്. വിവര അവകാശം, അതായത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയിട്ട് എന്താണ് നമ്മുടെ വിവരാവകാശം അവരുടെ കൈവശമുള്ള പ്രമാണങ്ങളോ റെക്കോർഡുകളോ ഒക്കെ നമുക്ക് നോക്കാനും അതുപോലെ പരിശോധിക്കാനും അതിന്റെ പ്രിന്റ് ഔട്ടുകൾ എടുക്കുവാനും സാമ്പിളുകൾ എടുക്കാനും എല്ലാം നമുക്ക് ഈ നിയമം നൽകുന്ന ആ ഒരു അവകാശത്തിനെയാണ് വിവരാവകാശം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടേമാണ് മൂന്നാം കക്ഷി. മൂന്നാം കക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? വിവരത്തിനായി അപേക്ഷ നൽകുന്ന പൗരനല്ലാത്ത ഒരാൾ. അതായത് ഇപ്പൊ ഞാനൊരു പൗരനാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു അപേക്ഷ, ഒരു വിവരാവകാശം, അവിടുത്തെ ഏതെങ്കിലും ഒരു രേഖയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വേറെ ഒരാളുടെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് എന്താ ചെയ്യാൻ, സാധാരണ രീതിയിൽ ഞാൻ ഇവിടെ പോയിട്ട് ഒന്നെങ്കിൽ ഈ ഒരു ഇതാണ് നമ്മുടെ പൊതു അധികാര സ്ഥാനം. ഓക്കെ, ഇതിപ്പോ യൂണിവേഴ്സിറ്റി നമ്മുടെ സർക്കാരിന്റെ കീഴിൽ വരുന്നതല്ലേ. അപ്പൊ പൊതു അധികാര സ്ഥാനം ഈ ഒരു കേസിൽ ആരാണ്? യൂണിവേഴ്സിറ്റി ആണ്. ഞാൻ ആരാണ്? വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്ന പൗരനാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ ചോദിക്കാം, ഞാനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ എനിക്ക്
എനിക്ക് പോയി ഇവിടെ ചെയ്യാം, ഒന്നെങ്കിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ അതിന്റെ കോപ്പീസ് എടുക്കാം. അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്ത് ചെയ്യാം, രേഖകൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ ചോദിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അപേക്ഷ സമർപ്പിച്ച് നമുക്ക് രേഖകൾ എടുക്കാനോ സാധിക്കും. പക്ഷെ ഇത് രണ്ടുമല്ല, എന്നെ സംബന്ധിക്കുന്ന കാര്യവുമല്ല, യൂണിവേഴ്സിറ്റിയെ സംബന്ധിക്കുന്ന കാര്യവുമല്ല. എന്നാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ കൈവശമുള്ള മൂന്നാമത്തെ, അതായത് വേറൊരാളുടെ, നമ്മൾ എന്റെയും അല്ല യൂണിവേഴ്സിറ്റിയുടെ അല്ല, പകരം വേറൊരാളുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയാണ് ഞാൻ സമർപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ വ്യക്തിയാണ്, അതായത് ഈ അപേക്ഷ സമർപ്പിച്ച പൗരനല്ലാത്ത വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൂന്നാം കക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആരും ഉൾപ്പെടുന്നുണ്ട്, ഒരു പൊതു അധികാര സ്ഥാപനവും ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് മൂന്നാം കക്ഷി എന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ? അതായത് വേറെ ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഞാൻ എൻ്റെ അയൽപ്പക്കത്തുള്ള ആളുടെ ഏതെങ്കിലും ഒരു രേഖ ചോദിക്കുന്നു, കരം അടച്ച രസീത് ചോദിക്കുന്നു. ഇത് ഞാനാണ്. ഓക്കെ, ഇത് അപേക്ഷ സമർപ്പിക്കുന്ന ഞാൻ, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന പൗരനാണ്. ഇവിടെ ഒരു പൊതു അധികാര സ്ഥാപനം ഉൾപ്പെടുന്നുണ്ട്. ഞാൻ പോയി ചോദിച്ചത് എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. പക്ഷെ ഞാൻ ചോദിച്ച കാര്യം ഞാനുമായി ബന്ധപ്പെട്ടതുമല്ല, വില്ലേജ് ഓഫീസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടതല്ല, പകരം വില്ലേജ് ഓഫീസിൽ കൈവശമുള്ള മറ്റൊരാളുടെ, അതായത് എൻ്റെ അയൽപ്പക്കക്കാരന്റെ കരമടച്ച രസീദിനെ കുറിച്ചിട്ടാണ് ഞാൻ അപേക്ഷ സമർപ്പിച്ചത്. അപ്പൊ അവിടെ റൂൾസ് ഒക്കെ മാറും. അപ്പൊ ആ ഒരു രീതി ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ രീതിയിൽ മാത്രമേ ഈ ഒരു മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുവാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ ആ ഒരു കേസിലാണ് നമ്മൾ മൂന്നാം കക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ അയൽപ്പക്കക്കാരനായിരിക്കും ആര്? ഈ മൂന്നാം കക്ഷി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഡെഫിനിഷൻ ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ, ഇത്രയും ഡെഫിനിഷൻ സെക്ഷൻ 2 നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കി കാര്യങ്ങൾ നിർവചനം കഴിഞ്ഞിട്ട് ഇപ്പൊ 2ാമത്തെ സെക്ഷൻ എത്തി. ബാക്കി കാര്യങ്ങൾ നമുക്കിനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.